എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, മോള് തന്നെ ഈ ഉണ്ണിയപ്പെടുത്ത് അവന് കൊണ്ടുകൊടുക്ക്. ഞാനോ? അതൊന്നും വേണ്ട, എണ്ണ ചിലപ്പോൾ ഇഷ്ടാവില്ല. നേരത്തെ നോക്കി ചിരിച്ചാൽ അത് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല മോളെ, അവന് നിന്നുള്ള ദേഷ്യമെല്ലാം മാറി. മോള് കൊണ്ടുകൊടുക്ക്, അവന് സന്തോഷമാവും. ഗൗരി പാത്രം എടുത്ത് അവളുടെ കയ്യിൽ നിർബന്ധിച്ച് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചു ഗൗരിയെ ദയനീയമായി നോക്കി. അത് കണ്ട് അവർ കണ്ണു ചിമ്മി കാണിച്ചു. ലച്ചു പേടിച്ച് അതും കൊണ്ട് ഹാളിലേക്ക് നടന്നു. ഹാളിലേക്ക് വന്ന ലച്ചുവിനെ കണ്ടതും ശങ്കരൻഗിരി അവളെയും കാർത്തിയെയും മാറി മാറി നോക്കി. ആളോ അവന്റെ മുന്നിലേക്ക് വന്ന് കയ്യിലെ പാത്രം നീട്ടിയതും അവളുടെ കൈ വിറക്കുന്ന കണ്ട് കാർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ നോക്കിയതും അവൾ തലതാഴ്ത്തി നിന്നു. പേടിച്ച് വിളറി വിളത്തേൽക്കുന്ന അവളുടെ മുഖം കണ്ടതും അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പ്ലേറ്റ് വാങ്ങി ടേബിളിൽ വെച്ചു. താങ്ക്സ് അവൻ പറഞ്ഞു. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കിയതും ചിരിച്ചുകൊണ്ടുള്ള മുഖം കണ്ട് അവൾക്ക് ആശ്വാസമായി. ലച്ചു പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് കിച്ചണിലേക്ക് ചെന്നു. അവളെ കണ്ടത് രാധികയും ഗൗരിയും പരസ്പരം നോക്കി ചിരിച്ചു. ഹാളിൽ എല്ലാവരും കൂടി കാർത്തിയോട് വിശേഷങ്ങൾ തിരക്കിയിരുന്നു. ലച്ചു ഒരു സൈഡിലേക്ക് മാറി ഒന്നും മിണ്ടാതെ ഇരുന്നു. കാർത്തി ഇടയ്ക്കിടയ്ക്ക് അവളെ ശ്രദ്ധിക്കുന്ന അവൾ കണ്ടുവെങ്കിലും ചെറുചിരിയോടെ അവൾ മാറി നിന്നു. കാർത്തി ഫ്രഷ് ആവാനായി പോയത് ലച്ചു അവളുടെ റൂമിലേക്ക് പോയി. കണ്ണാടിക്കുമ്പിൽ ചെന്ന് നിന്നു. അവളുടെ സന്തോഷം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ലച്ചു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്റെ ദേവി, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിലൂടെ സന്തോഷം എനിക്ക് തരുന്നു ഞാൻ കരുതിയില്ല. ഏട്ടൻ എന്നുള്ള ദേഷ്യമെല്ലാം മാറി. എന്നെ ആദ്യമായിട്ട് നോക്കി ചിരിച്ചു. ഞാൻ നീട്ടി ആഹാരമായി കഴിച്ചു. എന്റെ ഏട്ടൻ ഒരുപാട് മാറിയിരിക്കുന്നു. ഓരോന്നോർത്തും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. ഒരുപാട് ആഗ്രഹിച്ചതാ ഏട്ടൻ ഇങ്ങനെയൊന്നും മാറാൻ. ഇപ്പൊ സന്തോഷം തന്നിട്ട് വീണ്ടും വിഷമത്തിലേക്ക് തള്ളിയിടലേ ദേവി. സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ പോയി ഓരോന്നോർത്ത് ചിരിച്ചുകൊണ്ട് കിടന്നു. കാർത്തിക് റൂമിലേക്ക് ചെന്ന് ഫ്രഷായി ഇറങ്ങി ഫോൺ എടുത്ത് നോക്കി. അതിൽ എന്തൊക്കെയോ നോക്കിയിട്ട് തിരിച്ചു വെച്ച് അവൻ റൂമിന്റെ പുറത്തിറങ്ങി ചുറ്റുമെന്ന് നോക്കി. അവൻ പതിയെ ലച്ചുവിന്റെ റൂമിലേക്ക് ചെന്നു. പുറത്തുനിന്ന് അവൻ അകത്തേക്ക് എത്തി നോക്കിയതും ബെഡിൽ കിടക്കുന്ന ലച്ചുവിനെ കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഡോറ് ചാരി. കാർത്തിയെ കണ്ട് ഞെട്ടി ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ഡ്രസ്സ് നേരെയാക്കിയിട്ടു. കാർത്തിയേട്ടൻ എന്താ ഇവിടെ? അവൾ പേടിച്ച് വിക്കി ചോദിച്ചു. കാർത്തി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് ഡോറ് കുറ്റിയിട്ടു. അത് കണ്ടു ലച്ചു ഞെട്ടി പേടിച്ച് അവനെ നോക്കി. അവളുടെ ഉള്ളിലേക്ക് ഭയന്നെറിയാൻ തുടങ്ങി. അതുവരെ കണ്ട സന്തോഷമെല്ലാം മാറി അവളുടെ മുഖത്ത് പേടിയുടെ ഭാവമായി മാറി. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനൊന്നും ചെയ്യാമെന്നല്ല, കുറച്ച് സംസാരിക്കാമെന്ന. ഇപ്പോഴും നിനക്കെന്നെ പേടിയാണോ? അവൻ ചോദിച്ചു. അവൾ അടഞ്ഞ ഡോറിലേക്ക് നോക്കി. അവളുടെ നോട്ടം കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അടുത്തേക്കെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബെഡിലിരുത്തി. ലച്ചു അതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു. എന്നെ കണ്ട് പേടിച്ചോടിയാലെന്ന് കരുതി ഡോർ വിറ്റിട്ടതാ. എനിക്കറിയാം നിനക്കെന്നെ പേടിയാണെന്ന്. അതിൽ നിന്നെ തെറ്റു പറയാനാവില്ല. അങ്ങനെയായിരുന്നല്ലോ ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ നിന്നോട് പെരുമാറിയിട്ടുള്ളത്. അതിലേക്ക് എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. ഇപ്പോൾ നിന്നോട് ഞാൻ കാണിച്ച അവഗണനയ്ക്കും വേദനകൾക്കും എല്ലാം മാപ്പ്. അവൻ കൈകൂപ്പി പറഞ്ഞ ലച്ച് ഞെട്ടി അവൻ്റെ കൈ പിടിച്ചു. വേണ്ട ഏട്ടാ, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ? എന്നോട് മാപ്പൊന്നും പറയണ്ട. ഇപ്പോൾ വിശ്വാസമായി ഏട്ടൻ ശരിക്കും മാറിയെന്ന്. അത് മാത്രം മതി. ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എന്നോട് മാത്രം ഏട്ടൻ വെറുപ്പും ദേഷ്യം കാണിച്ചപ്പോൾ എന്തിനായിരുന്നു എന്നോട് അങ്ങനെ കാണിച്ചേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ലച്ച് കണ്ണു നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അറിയില്ല എന്തിനാ നിന്നോട് അങ്ങനെ കാണിച്ചതെന്ന്. ചിലപ്പോൾ എൻ്റെ അച്ഛനമ്മയും നിന്നെ സ്നേഹിക്കുന്ന ലാളിക്കുന്നത് കണ്ടിട്ടാവാം. അറിയില്ല, അതൊക്കെ അന്ന് സംഭവിച്ചു പോയി. ഇനി അതൊക്കെ ഒരു തമാശയായി കാണാനാണ് എനിക്കിഷ്ടം. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം പണക്കമുണ്ടോ ലച്ചു? ഇല്ലേട്ടാ, സത്യത്തിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഈ മാറ്റം. ഇനി ഒരിക്കലും ഏട്ടൻ പഴയതുപോലെ മാറിയെന്ന് എനിക്ക് സത്യം ചെയ്തു തരുമോ? ലച്ചു ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ കൈ വെച്ചു. എൻ്റെ ലച്ചുവാണേ സത്യം. ഇനി ഒരിക്കലും നിന്റെ കാർത്തിയേട്ടൻ മാറില്ല, വാക്ക്. അത് കേട്ടത് അവളുടെ കവിളുകൾ സന്തോഷം കൊണ്ട് ചുവന്നു. കാർത്തി കണ്ണെടുക്കാതെ അവളെ നോക്കിയിരുന്നു. പെട്ടെന്ന് കാർത്തി എന്നുള്ള ഗൗരിയുടെ വിളി കേട്ടതും ലച്ചു ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി. ഫുഡ് കഴിക്കാമോ വിളിക്കുന്ന? താഴേക്ക് പോകാൻ പോയപ്പോ ഡോറ് തുറന്നെടുക്കുന്ന കണ്ടുകൊണ്ട് വന്നാ. വാ, ഒന്നിച്ചു വാ, എല്ലാവർക്കും സന്തോഷമാവും. കാർത്തി അതും പറഞ്ഞ് അവളെ വിളിച്ചതും ലച്ചു ചിരിച്ചുകൊണ്ട് അവന്റെ കൂടെ ഇറങ്ങിച്ചെന്നു. ഒന്നിച്ചു വരുന്ന അവരെ കണ്ടത് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. ലച്ചുവിന്റെ മുഖത്ത് നിന്ന് അവളുടെ സന്തോഷം അവർ വായിച്ചെടുത്തു. രാധിക കരയുന്ന കണ്ട് കാർത്തി അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മ എനിക്കറിയണ്ട, ഞങ്ങൾ തമ്മിലുള്ള പിണക്കല്ല എന്നതോടെ അവസാനിച്ചു. ഇനി ഇവിടെ ഞാൻ വേദനിപ്പിക്കില്ല. കഴിഞ്ഞതോ കഴിഞ്ഞു, ഇനി ആരോ ഓർക്കേണ്ട. കാർത്തി പറഞ്ഞ ഗൗരി ലച്ചുവിനെ ചേർത്ത് പിടിച്ചു. ലച്ചു ചിരിച്ചുകൊണ്ട് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ഏട്ടനെ മാറ്റം ആഗ്രഹിച്ചിരുന്ന എല്ലാവരും. സന്തോഷവും സമാധാനവും പിണക്കവും അടിയും പിടിയും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഏട്ടൻ്റെ കൂടെയായിരുന്നു. അതുവരെ ഏട്ടനിൽ നിന്ന് കിട്ടാത്ത സ്നേഹം കിട്ടി തുടങ്ങിയപ്പോൾ ഞാനത് ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഞാൻ ഫ്രഷായി വന്നപ്പോൾ ഏട്ടൻ്റെ റൂമിലിരിക്കുന്ന കണ്ടത്. എന്താ ഏട്ടാ ഇവിടെ ഇരിക്കുന്നേ? അവനെ കണ്ടോ ലച്ചു ചോദിച്ചു. ഞാൻ നിന്നോട് കുറച്ച് സംസാരിക്കാൻ വന്നപ്പോൾ ബാത്റൂമിൽ സൗണ്ട് കേട്ടു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കാർത്തിക അവളുടെ മുഖത്തും കഴുത്തിലും കണ്ണുകൾ കൊണ്ട് പരതിക്കൊണ്ട് പറഞ്ഞു. ഏട്ടെന്താ സംസാരിക്കാവുള്ളേ? അത് പറയാം, ഇവിടെ വെച്ചല്ല, നീ പുറത്തേക്ക് വാ, ഞാനവിടെ കാണും. പെട്ടെന്ന് വരണേ.
കാർത്തി അത് പറഞ്ഞു പോയതിൽ ലച്ചു ഒന്നും മനസ്സിലാവാതെ അവൻ പോകുന്നത് നോക്കി നിന്നു. അവന് സംസാരിക്കാനുള്ളത് എന്താണെന്നുള്ള ആകാംക്ഷയിൽ ലച്ചു പെട്ടെന്ന് മുടിയൊക്കെ തുടച്ച് ഒതുക്കിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. മോളെങ്ങോട്ടാ? ലച്ചുവിന്റെ പോക്കേണ്ട ഗിരി ചോദിച്ചു. പിന്നെ അച്ഛാ ഏട്ടനോട് എന്തോ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ പോവാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗിരി അവളുടെ തലയിൽ തലോടി. മോൾക്കിപ്പോ വിഷമമൊന്നും ഇല്ലാലോ അല്ലേ? കുറെ നാള് മിണ്ടാണ്ടിരുന്നല്ലേ, ഒരുപാട് പറയാൻ കാണും, പോയിട്ട് വാ, അച്ഛൻ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. വീടിന്റെ കുറച്ച് ദൂരെയായിട്ട് ഒരു ഷെഡ് പോലെ കെട്ടി അതിനിടയിൽ ഇരിക്കാൻ പാകത്തിന് കല്ലൊക്കെ വെച്ച് കിട്ടിയ ഭാഗത്ത് കാർത്തിക് കണ്ടതും അവൾ അവിടേക്ക് ചെന്നു. അടുത്തെത്തിയത് അവർ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് അവൾ നെറ്റി വിളിച്ചു. ഏട്ടന് ഇതൊക്കെ ഉപയോഗിക്കോ? ലച്ചു ഇഷ്ടാവാത്ത ഭാഗത്തിൽ ചോദിച്ചു. അവളെ കണ്ടത് അവൻ പെട്ടെന്ന് താഴേക്ക് കളഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ടെൻഷൻ വരുമ്പോൾ വല്ലപ്പോഴൊന്ന്, അത്രയേ ഉള്ളൂ. കാർത്തി പോയ കൈ കൊണ്ട് വീശി കളഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏട്ടന് എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ? അതിന് മാത്രം എന്താ ഉണ്ടായത്? അവൾ സംശയത്തോടെ ചോദിച്ചു. പിന്നെ നിന്നോട് കുറച്ചധികം സംസാരിക്കാനുണ്ട്, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, അതിന് ധൈര്യം കിട്ടാൻ വേണ്ടി വലിച്ച. സോറി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി വലിക്കില്ല കേട്ടോ, അവൻ പറഞ്ഞു. ലച്ചതയിട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചു. ഏട്ടൻ എന്നോട് എന്നും തുറന്നു പറയാലോ, പിന്നെ എന്തിനാ ഇതിനൊക്കെ ആവശ്യം? ഇതൊക്കെ കേടാ ശരീരത്തിന്, എനിക്കൊന്നും ഇഷ്ടമല്ല, നിന്റെ സ്മെല്ല് പോലും. ഇല്ലടോ, ഇനി വലിക്കില്ല, സത്യം. അല്ല, എന്താ പറയാനുള്ളത്? അത് പിന്നെ പറയട്ടാ, എന്തെങ്കിലും മടിക്കുന്നേ? എന്തായാലും പറയും, കേൾക്കാൻ ഞാൻ റെഡിയാ. അതും പറഞ്ഞ് അവളവിടെ അവനെ നോക്കി താടി കയ്യും കൊടുത്തിരുന്നു. അത് പിന്നെ ലച്ചു, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറയാതിരിക്കാനും ആവില്ല. നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിനക്ക് സഹിക്കാൻ പറ്റാതായിരുന്നു എനിക്കറിയാം. സത്യത്തിൽ അത്രയൊക്കെ ഞാൻ കാണിച്ചിട്ടും എന്നെ വെറുക്കാത്ത, എന്നോട് ഒരു തരി പോലും ദേഷ്യമില്ലാതെ എന്നെ സ്നേഹിക്കുന്ന നിന്റെ മനസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നിന്ന് പോകുന്നവരെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് നിന്റെ വിഷമവും വിലയും മനസ്സിലായത്. ആദ്യമൊക്കെ അവിടെ ശരിക്കും ഒറ്റപ്പെടലായിരുന്നു. അതിൽ നിന്ന് ഞാൻ നിന്നോട് കാണിച്ച അവഗണനയുടെ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അകറ്റിയിട്ട് പോലും എൻ്റെ അടുത്തേക്ക് പേടിയോടെ ആയാലും വരുന്ന നിന്നെ ഒരുപാട് മിസ് ചെയ്തു. പലപ്പോഴും വിളിച്ച് സംസാരിക്കാനും സോറി പറയാനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ എൻ്റെ മനസ്സിൽ ഈഗോ ഉണ്ടാവും, അതൊക്കെ വേണ്ടെന്ന് വെച്ച്. പിന്നീട് വിചാരിച്ചു നേരിട്ട് കാണുമ്പോൾ ആവാന്ന്. ശരിക്കും പറഞ്ഞാൽ നിന്നോട് മനസ്സുറന്ന് സംസാരിക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഇത്രയും നാൾ ഞാൻ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നു പോലും. കാർത്തി പറഞ്ഞു. ലച്ചു വിശ്വാസാവാതെ അവനെ തന്നെ കൗതുകത്തോടെ നോക്കി. നിനക്ക് വിശ്വസിക്കാനാവില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞെല്ലാം സത്യമാണ്. ഞാൻ നിന്നോട് കാണിച്ചിട്ടുള്ളതെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. നിന്നെ വേദനിപ്പിച്ച ഞാൻ തന്നെ ഇനിയുള്ള കാലം മുഴുവൻ നിന്നെ സ്നേഹിച്ചു നിനക്കൊപ്പം കൈവിടാതെ എൻ്റെ മരണം വരെ കൂടുതൽ കാലം നിനക്ക് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കാനും ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് ഞാൻ നൽകുന്ന ശിക്ഷ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, വാക്കുകൾ കൊണ്ട് അളന്നു നോക്കാൻ കഴിയാത്ത അത്രയും. അവൻ പറഞ്ഞ ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാൻ കാരണം ഇനി ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയാൻ പാടില്ല. അതിന് കാർത്തിക് സമ്മതിക്കില്ല. നീ ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. നിന്റെ സമ്മതം കിട്ടിയാൽ പിന്നെ പതി എല്ലാവരോടും പറഞ്ഞ് ഞാൻ തന്നെ നമ്മുടെ കാര്യം സംസാരിക്കാം. ഒരുപക്ഷെ ആരെക്കാളും നമ്മുടെ കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നത് അവരായിരിക്കും. നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. കാർത്തി പറഞ്ഞിരുന്നു. ലച്ചു അവനെ ഒന്നടങ്കം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഏട്ടാ, എനിക്ക് ഇഷ്ടമാണ്. ഏട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ഏട്ടൻ്റെ സ്നേഹം മാത്രം മതി, ഒത്തിരി ഇഷ്ടമാണ്. അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. മരണം വരെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയായി ഞാൻ കൂടെ ഉണ്ടാവും, അവൻ പറഞ്ഞു. ലച്ചു കേട്ട് ചിരിച്ചു. അന്ന് തന്നെ കാർത്തിയേട്ടൻ വിവരം വീട്ടിലറിയിച്ചു. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടുകാർക്ക് അത് ഒരുപാട് സന്തോഷമായിരുന്നു. ഏട്ടനെ പഠനം കഴിയാൻ വേണ്ടിയും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി വിവാഹം പിന്നീട് മതിയെന്ന് വീട്ടുകാർ തീരുമാനിച്ചു. പിന്നീട് പരസ്പരം എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. മനസ്സുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ഏട്ടനെ സ്നേഹിച്ചപ്പോൾ പകരം വഞ്ചനയും കപടതയും നിറഞ്ഞ സ്നേഹം ഏട്ടനേക്ക് തിരിച്ചു നൽകി. ഒന്നും അറിയാതെ ആ സ്നേഹം ഞാൻ വിശ്വസിച്ചു പോയി. ലച്ചു അത് പറഞ്ഞതും ആനന്ദ് അവളുടെ മുഖത്തേക്ക് നോക്കി. മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളെ വീണ്ടും തൊട്ടിണത്തിയുണ്ടാവാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അത് കണ്ടതും ആനന്ദിന് ഉള്ളിലൊരു വിങ്ങൽ തോന്നി. മതിലിച്ചു, സമീരിട്ടി, ബാക്കി പിന്നീടൊരിക്കലാവാം. കഴിഞ്ഞത് ഇനി ഓർത്ത് നീ വിഷമിക്കണ്ട, ആനന്ദ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കഴിയുന്നില്ല ഏട്ടാ, എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാർത്തികനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ എന്നെ കുത്തി നോവിക്കുന്ന പോലെ. കലർപ്പില്ലാത്ത എൻ്റെ പ്രണയത്തിൽ ചതിയേർത്ത് തിരിച്ചു നൽകിയ പ്രണയം. എന്നിട്ടും അയാളെ ശപിക്കാനോ മറ്റു രീതിയിൽ വിളിക്കാനോ എനിക്കാവുന്നില്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ്, അയാളോടുള്ള എൻ്റെ പ്രണയം അത് അസ്തമിച്ചു. അതിനി ഒരിക്കലും തിരിച്ചു വരില്ല. അത്രമാത്രം അയാളെ പ്രണയിച്ച് എൻ്റെ മനസ്സിനെ ഞാൻ വെറുക്കുന്നു. കാരണം അയാളെ ഞാൻ വിശ്വസിച്ചു, സ്നേഹിച്ചു, ആഗ്രഹിച്ചു. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല മനസ്സിനെ മുറിപ്പെടുന്ന രീതിയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയാവും നൽകുന്നതെന്ന്. അത് പറഞ്ഞു വെച്ച് പൊട്ടിക്കരഞ്ഞുപോയി. അനന്തു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സാറല്ലോ, തനിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, താൻ വിഷമിക്കാതിരിക്കുക, ആനന്ദ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നിങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകേണ്ടവളാ ഞാൻ, ആ ഒരു ബോധം എനിക്കുണ്ട്, ആൾ അവനെ നോക്കി പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞൊക്കെ മറന്നോ? മറന്നിട്ടില്ല. അമ്മയുടെ സമാധാനത്തിന് വേണ്ടി ഞാനത് അംഗീകരിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വീട്ടിൽ അവർക്കൊപ്പം ഉള്ളിടത്തോളം എന്തെങ്കിലും തിരിച്ചു പോകേണ്ടി വരും ഞാൻ. സത്യങ്ങളെല്ലാം ഇപ്പം അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടാകും.
അവർക്ക് അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്നുണ്ടാവും. ഞാനുള്ളതുകൊണ്ട് മാത്രമാണ് അവർ രണ്ടുപേരെയും കൊല്ലാതിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ ജീവന് ആപത്തുണ്ടാവില്ല. അതാ എൻ്റെ സമാധാനം. എന്നെ തിരിച്ചു കൊണ്ടുവരാൻ അവരെന്ത് വൃത്തിയിട്ട് കളിയും കളിക്കും. താമസിക്കാതിരിക്കുക. തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ല. തനിക്കും ഇനി ആർക്കും ഇട്ട് തട്ടുകളിക്കാൻ തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. പോരെ? ഏട്ടൻ എന്നെക്കുറിച്ച് എന്തറിയാതിന്? ഞാൻ പറഞ്ഞൊക്കെ വെറൊരു തുടക്കം മാത്രമാണ്. ശങ്കർ മാമനെയും കാർത്തികനെയൊന്നും ശരിക്കും അറിയായിട്ടാ. അത്രയും നാൾ കൂടെ എന്നിട്ട് പോലും അവരുടെ സ്വഭാവം മനസ്സിലാവാൻ അത്രയും നാൾ ഞങ്ങൾ കഴിഞ്ഞില്ല. ഞങ്ങളുടെ വിവാഹ ദിവസം വരേണ്ടി വന്നു അതിന്. ആ ഒരു ഫോൺ കോൾ കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ട്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അവരുടെ കയ്യിൽ ഞെരിഞ്ഞു തീർന്നേന് എൻ്റെ ജീവിതം. ആരാന്നറിയില്ല, അതിനുമുമ്പും പലവട്ടം എന്നെ തേടി ആ കോൾ വന്നിട്ടുണ്ട്, കാർത്തികനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. അന്നൊന്നും ഞാനത് കേട്ടില്ല. പകരം വിളിച്ച ആളോട് ദേഷ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അതാരെന്നറിയാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാർത്തികനോടുള്ള അടങ്ങാത്ത എൻ്റെ പ്രണയത്തിൽ കണ്ണുകൾ മൂടി അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഏട്ടന് വിഷമായാലെന്ന് കരുതി ആരോടും ആ കാര്യം പറയാനും പോയില്ല. ലച്ചു പറഞ്ഞതും അവൻ മനസ്സിലാവാതെ അവളെ നോക്കി. ഇനിയും ചോദിച്ച് വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അവനൊന്നും ചോദിച്ചില്ല അവളോട്. അറിയാടോ, അതിനി എന്തായാലും തന്നെ ഞാൻ സംരക്ഷിക്കും. പോരെ? അവൻ പറഞ്ഞു കേട്ട് അവൾ വേദന നിറഞ്ഞൊരു ചിരി അവൻ നൽകി. രണ്ടുപേരും നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയത് അവരെ കാണാതെ പ്രിയ ടെൻഷൻ അടിച്ച് സീറ്റോടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവിടെ തന്നെ സ്റ്റെപ്പിൽ നിന്ന് ഫോൺ എന്തോ ചെയ്യുകയാണ് ആര്യയും കാവ്യയും. ആനന്ദിന്റെ ബൈക്ക് വന്നു നിന്നും ആര്യയും കാവ്യയും ചിരിച്ചുകൊണ്ട് അവരെ നോക്കി എഴുന്നേറ്റു. ലച്ചു ബൈക്കിൽ നിന്നിറങ്ങി നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. ആര്യ ആനന്ദിനെ നോക്കി കളിയാക്കി ചിരിച്ചു. പ്രിയ നീണ്ട അവളെ മൈൻഡ് ചെയ്യാത്ത ദേഷ്യത്തിൽ ലച്ചുവിനെ നോക്കിയതും അവളും ആനന്ദിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആനന്ദ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയതും ആര്യ ലച്ചുവിനെയും കൊണ്ട് അകത്തേക്ക് കയറാൻ പോയതും പ്രിയ അവരെ തള്ളി മാറ്റി ലച്ചുവിനെ ശക്തിയിൽ തട്ടിയിട്ട് അകത്തേക്ക് നടന്നു. തട്ടിയ ശക്തിയിൽ ലച്ചു താഴേക്ക് വീഴാൻ പോയതും ആര്യയും കാവ്യയും കൂടി ലച്ചുവിനെ പിടിച്ചു. അവള് മനഃപൂർവ്വം തട്ടിയതാ, ഇപ്പൊ ചേച്ചി താഴെ വീണേനെ. പ്രിയ പോകുന്ന നോക്കി കാവ്യ പറഞ്ഞു. ആര്യ പ്രിയ ദേഷ്യത്തിൽ നോക്കി. അവൾക്ക് അസൂയ മൂത്തിട്ടാ. ഇതിനുള്ള ഞാൻ അവൾക്ക് വെച്ചിട്ടുണ്ട്. നിന്റെ പ്രിയ 2 ദിവസത്തിൽ ഇവിടുന്ന് പെട്ടിയെടുത്ത് ഓടുന്ന ഞാൻ കാണിച്ചു തരാം. എന്തിനാ വെറുതെ? നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. അവൾ അറിയാതെ തട്ടിയതാവും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലച്ചു രണ്ടുപേരുടെയും കൈമാറ്റിക്കൊണ്ട് നേരെ നിന്നിട്ട് പറഞ്ഞു. ഇതിന്റെ പേരിൽ അവളോട് പോയി ഉടക്കുണ്ടാക്കാൻ നിൽക്കേണ്ട രണ്ടും. അത് പറഞ്ഞ് ലച്ചു അകത്തേക്ക് പോയതും ആര്യയും കാവ്യയും പരസ്പരം നോക്കി. പൊന്നു മോളെ, ആ പ്രിയെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിലേ നിന്റെ നിലനിൽപ്പൂടി അവൾ കുളന്നുകൊണ്ടും പറഞ്ഞേക്കാം. അതിന് ഞാനെന്ത് തെറ്റാ ചെയ്ത്? നിനക്കൂടി പണി ഉണ്ടാക്കാനാ അവൾ ഓരോന്നും ചെയ്യുന്നത്. ഈ കണക്കിനാണ് ഈ പ്രിയയും നിന്റെ അമ്മയും കാരണം നിങ്ങളുടെ കല്യാണം കൊള്ളാവുന്ന ലക്ഷണ. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കൊച്ചേട്ടനും വലിയനും കൂടുതലൊന്നും പറയാൻ മിണ്ടായിരിക്കുന്നത് നിന്നെ ഓർത്താ. അതവൾ തിരുത്തിക്കും, നീ സൂക്ഷിച്ചോ. കാവ്യയോട് പറഞ്ഞ ആര്യ പോയതും കാവ്യ നഖവും കടിച്ചു പിടിച്ച് അവിടെ നിന്നു. അവസാനം ആര്യയുടെ പുറകെ വെച്ച് പിടിച്ച് ലച്ചു നേരെ അമ്മയുടെ അടുത്തേക്കാണ് ചെന്ന്. അവിടെ ചെന്ന് വിവരങ്ങളെല്ലാം അമ്മയുമായി പങ്കുവെക്കുകയാണ് ആനന്ദ്. അത് കണ്ടതും ലച്ചു തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. ഒന്നിന്നേ ആരുടെയോ സൗണ്ട് കേട്ടതും റൂമിലേക്ക് നടന്ന ലച്ചു അവിടുന്ന് സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി. കയ്യും കെട്ടി അവൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രിയെ കണ്ടത് അവൾ ചിരിച്ചു കാണിച്ചു. പ്രിയ യാതൊരു ഭാവമാറ്റമില്ലാതെ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ പ്രിയേ? എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ പറഞ്ഞു? അതിനേക്ക് നിന്റെ അനുവാദം ആവശ്യമില്ല. നീ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കേട്ടിട്ട് നിന്നെ വിടും. പ്രിയ പറഞ്ഞു. വിളിച്ച് നെറ്റി വിളിച്ച് അവളെ നോക്കി. എനിക്ക് നിന്നെ പറ്റി ഒന്നും അറിയില്ല, അറിയാൻ താല്പര്യമില്ല. നിന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ നന്ദുവിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും. കാരണം എനിക്ക് അവന് ഇഷ്ടമാണ്. അവനെ നിരസിച്ചാൽ അവൻ എന്നെ തന്നെ വിവാഹം ചെയ്യും, അതുറപ്പാ. അവൻ നിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് നിന്റെ പുറകെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവനെന്നിൽ ഇത്രയും അകലാൻ കാരണം നീ ഒരാളാ. നീ വന്ന ശേഷം അവൻ എന്നോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല. ഞങ്ങൾക്കിടയിലെ പ്രശ്നം നീയാ. നീ ഇവിടെ നിൽക്കുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അവൻ്റെ കാര്യത്തിൽ നീയോ നിന്റെ കാര്യത്തിൽ അവനോ പരസ്പരം ഇടപെടാൻ പാടില്ല. പ്രിയ, ഞാനതിന് എനിക്ക് പറയാനുള്ള കഴിഞ്ഞില്ല. കാവ്യയുടെ ആദ്യയുടെയും വിവാഹം നടക്കാത്ത നന്ദുകാരനാ. അവനെന്നെ വിവാഹം ചെയ്താൽ അത് നടക്കൂ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അവൻ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അവന് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൻ്റെ നോട്ടത്തിലും ചിരിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് ഇതുവരെ കാണിക്കാത്ത താല്പര്യം അവൻ നിന്റെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അവനോട് സംസാരിക്കണം. ഞാനോ? ഞാനിങ്ങനെ? നീ തന്നെ. കാരണം നന്ദുവിന് പെട്ടെന്ന് നിന്നോട് താല്പര്യം തോന്നിയെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തള്ളിക്കളയില്ല, അവൻ കേൾക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി അവനോട് നീ സംസാരിക്കണം. ഇതിന് പകരം നിനക്ക് എന്തെങ്കിലും വേണമെങ്കിലും എന്നോട് ചോദിക്കാം. പ്രിയ പറഞ്ഞു. ലച്ചു എന്ത് വേണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പ്രിയ, നീ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഏട്ടനെയോ എനിക്ക് ഏട്ടനെയോ. ഞാനൊരിക്കലും നിന്റെ ഏട്ടനെ സ്നേഹിക്കില്ല. എന്നെ സഹായിച്ച മനുഷ്യനാണ് അദ്ദേഹം. അതിന് പകരം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് വിധിച്ചാണെങ്കിൽ അത് നിന്നിൽ തന്നെ എത്തും. എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കാമെന്ന് പറയുന്ന നേരാ. എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് എന്നെയും കൊണ്ട് പോയത്. അല്ലാതെ അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾക്കിടയിലില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. നിനക്കെന്നെ വിശ്വസിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി സംസാരിക്കാനൊന്നും എനിക്കാവില്ല. സ്നേഹം അത് പരസ്പരം തോന്നേണ്ടതാ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ അവിടെ സ്നേഹമല്ല. സ്നേഹിക്കാൻ പോലും ആവാതെ ഏട്ടൻ നിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അത് നീ തന്നെ ഏട്ടന് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കണം. അത് ദേഷ്യം കാണിച്ചോ വാശി കാണിച്ചോ അല്ല, കൂടെ നിന്ന് സഹായിച്ചും കെയർ ചെയ്തൊക്കെയാ. അപ്പം നിന്റെ സ്നേഹത്തെ മനസ്സിലാവും. ഏട്ടനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക നീ. ലച്ചു പറഞ്ഞു. പ്രിയ അവളെ നോക്കി ചിരിച്ചു. ഓക്കെ, നിന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞ പോലെയൊക്കെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു.
പ്രിയ പറഞ്ഞ ലച്ചു അവൾ പോയി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ലച്ചു പോയതും പ്രിയ ആനന്ദിനെ മനസ്സിലോർത്തു. ഇന്നു മുതൽ എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഇറങ്ങാൻ പോവാ. അവസാനം എന്നിൽ നിന്ന് അകലാനാവാതെ നീ എൻ്റേത് മാത്രമായി മാറും. സ്വയം മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പ്രിയ റൂമിലേക്ക് ഓടി. താഴെ അമ്മയോടുള്ള സംസാരം കഴിഞ്ഞ് ആനന്ദ് പോവാൻ പോയതും അമ്മാനെ പിടിച്ചു നിർത്തി. എന്താ അമ്മേ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അമ്മയുടെ മുഖത്തെ മാറ്റങ്ങൾ കണ്ട് ആനന്ദ് അമ്മയോട് ചോദിച്ചു. മോനെ, എന്നോട് നിനക്ക് ദേഷ്യം തോന്നരുത്. നിനക്ക് പ്രിയ സ്നേഹിച്ചാലെന്താ? അമ്മ ചോദിച്ചു. അവൻ്റെ മുഖം വല്ലാണ്ടാവുന്ന കണ്ട് അമ്മ പെട്ടെന്ന് അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നും ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് അമ്മയ്ക്കറിയാം. അവളുടെ സങ്കടം കണ്ടപ്പോൾ അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നെ ആരെക്കാളും നന്നായിട്ട് അമ്മക്കറിയാലോ. ഇതൊരിക്കലും അമ്മയ്ക്ക് തോന്നി ചോദിച്ചില്ലെന്ന് എനിക്കറിയാം. ഇത് അവിടെ പണിയാവും അല്ലേ? സാരമില്ല, പോട്ടെ. അവൾക്ക് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടല്ലേ. ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം അവളെ. ഇനി അമ്മ ഒന്നും അവളോട് പറയണ്ട. പറയണ ഞാൻ പലവട്ടം അവളോട് പറഞ്ഞാ. കാവ്യയെ ആദ്യം ഓർത്ത് മാത്രമാ ഞാൻ അവളിങ്ങനെ വിടുന്നു. അല്ലാതെ നല്ലപോലെ അറിയിച്ചു കൊടുക്കാൻ അറിയായിട്ടല്ല. ഇനി പറച്ചിലൊന്നുമില്ല. പ്രിയ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് ലച്ചുവിന് ഇഷ്ടമമ്മേ. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും എന്നോടില്ല. ഞാൻ ആഗ്രഹിച്ച അവളെ പോലെ ഒരു പെൺകുട്ടിയാ. അവളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിച്ചതിന് പിന്നിൽ ഈ ഒരു കാരണം കൂടിയുണ്ട്. അവളുടെ പ്രശ്നമെല്ലാം പരിഹരിക്കണം. അതിനുശേഷം എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണം. മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഏതൊരമ്മയെ ആഗ്രഹിക്കുന്ന സ്വഭാവം അവൾക്ക്. പക്ഷേ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്നേഹമുള്ളതുകൊണ്ടാണ് നീ അവളെ സഹായിക്കുന്നതെന്നറിഞ്ഞാൽ മോള് നിന്നെ വെറുക്കില്ലേടാ? അമ്മ വിഷമത്തോടെ ചോദിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.